ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂർ പോയിരുന്നു അതിയോഗി ഈശാ സെൻറ്ററിൽ. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ തിരുമാന്താംകുന്നിൽ, അങ്ങാടിപ്പുറം, മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിൽ അമ്മയെ കാണാൻ വേണ്ടി പോയിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തതാണ് നമ്മൾ കാണിക്കുന്നത്. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാന്താവ് മഹർഷിയായിട്ടുള്ളതാണ്. അപ്പോൾ മാതാന്താവ് മഹർഷി ശിവനെ തപസ് ചെയ്തിട്ട് ഒരു ശിവലിംഗത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ ആ ശിവലിംഗം കൊടുക്കുന്നത് പാർവതി ദേവി ഉപാസിക്കുന്ന ശിവലിംഗമാണ് ശിവൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് പാർവതി ദേവി അറിഞ്ഞിട്ട് കോപാകുലയായ പാർവതി ദേവി തൻ്റെ മകളായ ഭദ്രകാളി ദേവിയോട് പറഞ്ഞിട്ട് ഭദ്രകാളി ദേവി മാതാന്താവ് മഹർഷിയും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. അപ്പോൾ ഈ തിരുമാന്താംകുന്നിലാണ് അത് നടക്കുന്നത്. അപ്പം നടന്നിട്ട് ഭദ്രകാളി ദേവിക്ക് ശിവലിംഗം എടുത്തു കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ ശിവനും പാർവതിയും പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നെ അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. ആ ശിവലിംഗം അവിടെ പ്രതിഷ്ഠിക്കുന്നതാണ്. അതാണ് മൂലസ്ഥാനമായിട്ട് വരുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ മൂലസ്ഥാനത്താണ് ശിവൻ്റെയും പാർവതിയും പിന്നെ ഒരു ഉണ്ണി ഗണപതിൻ്റെ ഉള്ളത്. ഇവിടെയാണ് മംഗല്യ പൂജേൻ്റെ വഴിപാട് നടത്താറ്. ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ ശിവനുണ്ട്, പാർവതി, ഗണപതിയുണ്ട്, പിന്നെ ദേവീൻ്റെത് എല്ലാമാണ് ഉള്ളത്. ഈ അമ്പലത്തിലെ പൂജ എന്ന് പറയുന്നത് മംഗല്യ പൂജയ്ക്ക് പ്രധാനമാണ്. അപ്പം മംഗല്യ പൂജയ്ക്ക് പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി ഗണപതിക്കാണ് മംഗല്യ പൂജ നടത്തുന്നത്. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗണപതിക്ക് മംഗല്യ പൂജ നടക്കുന്നത്. 3 കൊല്ലമായിട്ട് നടത്തും ആ പൂജ. അപ്പോൾ ആ പൂജേൻ്റെ സമയം നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മംഗല്യ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. പ്രധാനപ്പെട്ടിട്ട് മംഗല്യ പൂജേൻ്റെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റേത് ഇവിടെ മംഗല്യ പൂജ 3 കൊല്ലം കഴിപ്പിച്ചിരുന്നു. നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് പുലർച്ചക്ക് 5 മണിക്കുള്ള ട്രെയിൻ എന്ന് വെച്ചാൽ കോഴിക്കോട് വന്നിറങ്ങിയിട്ട് കോഴിക്കോട് നിന്ന് പിന്നെ പാലക്കാട് ബസ്സിന് വന്നിട്ട് അങ്ങനെ മലപ്പുറത്ത് ഇറങ്ങലാണ്. പ്രസിദ്ധമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് കേരളത്തിലെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പം